ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ എപ്പിസോഡ് 16 ആണ് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ നമ്മുടെ മായി ആണെങ്കിൽ റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മുടെ മായി കയറി വരികയാണ്. കയറി വരുന്ന സമയത്ത് ഈ ഡ്രസ്സിൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഈ ഡ്രസ്സ് ഇട്ടോളാൻ വേണ്ടിയിട്ട് ഒരു കോസ്റ്റ്ലി ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് മീറ്റ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനല്ലേ വന്നത്. വെറുതെ ഞാൻ ഇത്ര കോസ്റ്റ്ലി ഡ്രസ്സൊക്കെ അമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് പറയുമ്പോൾ നീ ഇതിട് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് കൊണ്ടുപോവാണ്. പോകുന്ന സമയത്ത് എല്ലാവരും ആ വാതിൽ തുറക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വലിയ വാതിൽ ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആവുന്ന സമയത്ത് ഇവൾ ശരിക്കും ഞെട്ടിപ്പോവാണ്. കാരണം വെച്ചാൽ ഇവളുടെ എൻഗേജ്മെൻറ്റിനുള്ള പരിപാടികളാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ ജ്വാലാണെങ്കിൽ ചിരിച്ചിളിച്ച് കാട്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇവളതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സിസ്റ്റർ പറയുന്നുണ്ട്, കണ്ടില്ലേ ഞാൻ ഈ പരിപാടി ചെയ്തത് എന്താ അടിപൊളിയല്ലേ എന്ന് പറയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീഡോങ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ യാവോനോട് പറയുന്നുണ്ട്. യാവാണെങ്കിൽ മിന്നൽ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റ് കാത്തിക്കാനൊന്നും നേരില്ലെന്ന് പറഞ്ഞിട്ട് അവൻ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ മായി എന്തോ ഈടുന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്തത് എന്നോട് ചോദിക്കാണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കണേന്ന് പറയുമ്പോൾ അവിടെ അച്ഛനും പിന്നെ സാവും വന്നിട്ട് എന്തത് ഇവളുടെ പെർമിഷൻ ഇല്ലാണ്ടാണ് അവളുടെ എൻഗേജ്മെൻറ്റ് നടത്താൻ പോകുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ ഇവളെ മര്യാദയ്ക്ക് സമ്മതിച്ചേക്ക്, നമ്മുടെ ജ്വാല നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പറയാണ്. ഇവിടെ നേരെ സ്റ്റേജിൽ കയറിയിട്ട് അവളുടെ മൈക്കും വാങ്ങിച്ച് അവളൊരു കാര്യം പറയുന്നുണ്ട്. ജ്വാലനും ഞാനും ബ്രേക്കപ്പ് ആയി. ഇപ്പം ഞങ്ങൾ ഒരു സംസാരമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. 3 കൊല്ലത്തെ റിലേഷൻഷിപ്പായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി. അത് പെട്ടെന്നാണ് ബ്രേക്കപ്പ് ആയത്. പിന്നെ ഇവർക്ക് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയോ കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇവർ ഈ ഒരു എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സോറി, ഇവിടുന്ന് എല്ലാവർക്കും പോവാം എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട്. ഇവളിങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മളെ മിങ് വരികയാണ്. മിങ് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവനിപ്പോൾ കുറച്ച് ആശ്വാസമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ അമ്മ വന്നിട്ട് ആ ഒരു മൈക്ക് വാങ്ങിച്ചിട്ട് എല്ലാവരോടും പറയുകയാണ്, സോറി എൻ്റെ മോൾ അങ്ങനെയാണ്, പിന്നെ ഇവർ ചെറിയവരല്ലേ, അപ്പം അതുകൊണ്ട് ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാമല്ലോ, ഇപ്പോൾ എൻഗേജ്മെൻറ്റ് നടക്കട്ടെ, എല്ലാതും സന്തോഷപ്രകാരം നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മായ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് അമ്മേനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ എൻ്റെ മോളെ അല്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മായി പറയുന്നുണ്ട്, അതെ അവർക്ക് സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം എന്നെ കെട്ടാൻ പോകുന്നത്, അവർക്ക് സ്വത്താണ് ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജ്വാലൻ ചെറുതായിട്ടൊന്ന് അപ്സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ബൊമ്മയല്ല, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ എന്നെ കൊണ്ട് നേടിയെടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇത്രയും ടോർച്ചർ ചെയ്തിയ ഈ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ എന്നെ കടത്തി വിടുവാണെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇവളെന്നെ ഒരൊറ്റ അടി. ഈ അടി കിട്ടിയ സമയത്ത് നമ്മുടെ നടിയുടെ കിളി പോയിട്ടുണ്ട്. അതിനുശേഷം അമ്മനെ നോക്കിയിട്ട് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മുത്തുമാല വലിച്ചു പൊട്ടിക്കുകയാണ്. ഇതോടുകൂടിയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നുള്ള രീതിയിലാണ് അമ്മയുടെ മുമ്പിൽ നിന്ന് അവൾ പോകുന്നത്. സാവോ പിന്നാലെ ചേച്ചീനെ തുരത്തി പോകുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ അവളെ ഒരു ഒറ്റയ്ക്ക് നിടാൻ സമ്മതിക്കി എന്ന് പറയുമ്പോൾ നമ്മൾ സാവോനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ താഴെ എടുക്കുന്ന മുത്തോളൊക്കെ പറക്കിയെടുക്കുകയാണ്. ജ്വാലൻ്റെ അച്ഛനോട് നമ്മുടെ മായിയുടെ അച്ഛൻ വന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആൾ പറയാണ്, ഇങ്ങനത്തെ ഒരു ചീപ്പ് പരിപാടി നീ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോട് ജ്വാലൻ്റെ ചേച്ചിയോട് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, സ്വത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്, പക്ഷേ ഈ സ്വത്തോളൊക്കെ നീ ആ ഒരു സെക്രട്ടറി മുന്നിൽ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ നിൽക്കാൻ പോലും പറ്റാണ്ട് തല കറങ്ങി വീഴാണ്. ഇവിടെ നമ്മുടെ മായാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് യാവോ വന്നിട്ട് എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ട് പറയുകയാണ്. അങ്ങനെ ഇവർ ആദ്യം ഒന്നും മിണ്ടിയില്ല. കുറച്ച് ഇരുട്ടിയില്ലേ ഇനി വീട്ടിൽ പോയില്ലേ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ വീട്ടിലൊക്കെ പോകണം, പക്ഷേ ഇനി ഇങ്ങനത്തെ ഒരു ലൈഫ് ഞാൻ ജീവിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവൾ. ഇവിടെ നമ്മുടെ മായിയുടെ അമ്മയാണെങ്കിൽ ടോട്ടലി തകർന്നിരിക്കുന്ന സമയത്ത് സാവോ പറയുന്നുണ്ട്, അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നോളും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മായി കയറി വരികയാണ്. കയറി വന്നിട്ട് അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, കണ്ടില്ലേ അഹങ്കാരം, അല്ല ഞാൻ മുമ്പ് നിന്നെ അത്രയേറെ സ്നേഹിച്ച് വളർത്തുന്ന സമയത്ത് ഇറങ്ങിപ്പോവായിരുന്നില്ലേ നിനക്ക്, നീ എന്തിനാ ഇപ്പം ഇറങ്ങിപ്പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇത് വക വെക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, എടാ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാർ കൊടുക്കുകയാണ്. കാർ കൊടുക്കുന്ന സമയത്ത് ആൾ പറയുന്നുണ്ട്, എനിക്കിത് വേണ്ട, എനിക്ക് ജോലിയുണ്ട്, ഞാൻ അത് ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ, അല്ല ഒരു അച്ഛൻ എന്ന കടമയിൽ ഞാനിത് ചെയ്തേ പറ്റൂ, പിന്നെ നീ വേറെ എവിടേക്കും പോകണ്ട, ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോയിക്കോ, അവിടെ സേഫാണെന്ന് പറയാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവും നടക്കുക എന്ന് മുൻകൂട്ടി ചിന്തിച്ച് നമ്മുടെ യാവാണെങ്കിൽ കാർ എടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട്, നിങ്ങൾ രാവിലെ മുതൽ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അടുത്ത് എന്താ ഉണ്ടാവുക എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുമായിരിക്കില്ലേ എന്ന് പറയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ബെസ്റ്റ് വന്നിട്ട് പറയുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേ, ഇതല്ല നിൻ്റെ ബോസ്,
അതത് ഇവരെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെസ്റ്റ് ആണെങ്കിൽ കിടന്ന് ചൂടാവുന്നുണ്ട്. ശരി ശരി ഞാൻ നിൻ്റെ കൂടെ വരാം എന്ന് പറയാണ്. ആ ഒരു സമയത്ത് ആൾ പറയുന്നുണ്ട്, അല്ല നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നൂടെ ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, അല്ല ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ഓരോ സെൻറ്റി ഡയലോഗ് അടിക്കും, അതുകൊണ്ട് അവിടേക്ക് ഞാൻ വരുന്നില്ല, ഞാൻ നേരെ ഗ്രാൻഡ്മയുടെ വീട്ടിൽ പൊക്കോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റി പറയുന്നുണ്ട്, അല്ലടാ നീയേ അവനെ വിട്ടത് എന്തായാലും നന്നായി. അവനിക്ക് എന്ന് പറഞ്ഞാൽ സ്വത്തിൻ്റെ പേരിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് നിന്നോടൊരു പെർമിഷൻ പോലും ചോദിക്കാതെ ആ ഒരു എൻഗേജ്മെൻറ്റ് അവൻ സെറ്റ് ചെയ്തത്. ഇതൊക്കെ അവൻ നിന്നോട് ചോദിക്കാതെ ചെയ്യുമായിരുന്നോ എന്ന് നമ്മുടെ ബെസ്റ്റി ചോദിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ യാവോനോട് ഹീഡോങ് പറയുന്നുണ്ട്, എന്തായിരുന്നു അവൾക്കൊരു പ്രശ്നം തന്നപ്പോൾ ഒരു ഓട്ടം എന്നൊക്കെ പറയാണ്. ഇവിടെയാണെങ്കിൽ ഗ്രാൻഡ്മയുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ മായി പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കിവിടെ താമസിക്കാൻ സ്ഥലം തന്നേരും നന്ദി എന്നൊക്കെ പറയുമ്പോൾ, നീ എൻ്റെ പേര് കുട്ടിയടി, പിന്നെ നിനക്കല്ലാണെങ്കിൽ നീ ആർക്കാ ഞാൻ കൊടുക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. അവൾ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അതെടുത്ത് കൊടുക്കുകയാണ്. അതിൽ ഇവളുടെ ഒരു പിക്ചറും അതുപോലെ ഗ്രാൻഡ്മയുടെ ഒരു പിക്ചറുമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ യാവ് വരുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ്മ ചോദിക്കുകയാണ്, എനിക്ക് ഫ്ലവേഴ്സ് ഒന്നും നീ കൊണ്ടുവരാറില്ലല്ലോ, ഇതാർക്കാടാ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞു, ഓ മനസ്സിലായി നമ്മുടെ മൈക്കില്ലേ എന്ന് പറയാണ്. നമ്മുടെ നടിയാണെങ്കിൽ കണ്ണിങ്ങനെ തിരുമ്മി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നടനാണെങ്കിൽ കളിയാക്കിയിട്ട്, എന്താടി ഇന്നൊരു ദിവസം മുഴുവൻ നീ കരഞ്ഞ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, പിന്നെ ഒരു ദിവസം മുഴുവൻ കരയുന്ന ഞാൻ എന്താ പ്രാന്തത്തില്ലേ എന്നുള്ള രീതിയിൽ അവളും പറയുന്നുണ്ട്. അതിനുശേഷം നീ എന്തപ്പോൾ ചെയ്തിട്ട് തരണേ, ഞാൻ ആളുടെ കുറച്ച് ക്ലോത്ത്സ് കഴുകുമായിരുന്നു, അവൾ കണ്ണിലേക്ക് കുറച്ച് സോപ്പ് പോയതാ പറയുന്നുണ്ട്. എന്തായാലും ഓസിക്ക് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുന്നതാ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിയാവ് പറയുന്നുണ്ട്, അപ്പോൾ ഇവൾക്ക് മാത്രം സ്നേഹം കാണിക്കാൻ പറ്റത്തുള്ളൂ, അപ്പോൾ എനിക്കും പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ്മ ആണെങ്കിൽ 2 ബെഡ്ഷീറ്റ് എടുത്ത് കൊടുത്തിട്ട് കഴുകാൻ പറയുന്നുണ്ട്. ഇതിൽ ഏതാ ഫസ്റ്റ് ഒഴിക്കേണ്ടതെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിനക്കിത് വന്ന് ചെയ്തു തന്നൂടെ എന്ന് നമ്മുടെ മായോട് ഹെൽപ്പ് വയ്ക്കുന്നുണ്ട്. നമ്മുടെ മായാണെങ്കിൽ ഇതിങ്ങനെ പിഴിഞ്ഞതിന് ശേഷം കുടയണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ യാവോ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഒരൊറ്റ കുടച്ചിലാണ് ഇവിടെ മുയത്ത് മുഴുവൻ വെള്ളമാവുന്നുണ്ട്. അതുപോലെ അങ്ങോട്ടും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യാവോ ഇവിടെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ കുറച്ച് മീൻ അധികം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് പറയാണ്. അപ്പോൾ ഗസ്റ്റാ ആരാ, നമ്മുടെ മായയാണോ എന്നുള്ള രീതിയിൽ അമ്മ നോക്കി നിൽക്കുന്നുണ്ട്. ഇതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.